ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ തലേദിവസം നമുക്ക് ഇതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതും മൈലാഞ്ചിടലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പെരുന്നാളിൽ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാനാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം മട്ടൻ ഭയങ്കര തിരക്കാണ് മട്ടൻ വാങ്ങുന്നത്. അപ്പോൾ ആദ്യം തന്നെ മട്ടനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർ കട്ട് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് റെഡിയാക്കിയിട്ടൊക്കെ ഉണ്ടാവും. നല്ല വലിയ കത്തിയും പിന്നെ കത്രികയും കത്തിയൊക്കെ സെറ്റായിട്ട് വരുന്ന ഒരു സെറ്റും ഒക്കെ $1 ഇവിടെ അവർ ഇട്ടിട്ടുണ്ട്, ഓഫറിന് ഇട്ടിട്ടുണ്ട്. അതിവിടെ നമ്മളെ മീറ്റ് സെക്ഷൻ്റെ അടുത്ത് തന്നെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ രാവിലെ ചിക്കനും പത്തിരിയും ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് രാവിലത്തേക്കുള്ള ചിക്കൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും ചെറിയ ചിക്കനല്ലേ ആവശ്യമുള്ളൂ, രാവിലത്തേക്ക് അത്ര ഹെവി ആയിട്ടൊന്നും നമ്മൾ കഴിക്കില്ലല്ലോ. അപ്പോൾ ചെറിയ ചിക്കൻ നോക്കി അങ്ങനെ എടുക്കലാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് എടുത്തപ്പോൾ ഫൗൽക്ക് പറഞ്ഞത് വേണ്ട, നല്ല ചിക്കനല്ല, ചൊവ്വില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേറെ അൽ റയാഫിൻ്റെ തന്നെ കമ്പനി, അങ്ങനെ പൊതുവെ അൽ റയാഫിൻ്റെ ചിക്കനായിട്ടാണ് വാങ്ങാറ്. അപ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ പിന്നെ അപ്പുറത്തെ സെക്ഷനിൽ വേറെ ചിക്കൻ്റെ ഇത് കട്ട് ചെയ്തതായിട്ട് ഉള്ളതുണ്ടോ എന്ന് നോക്കി. പിന്നെ ഇതന്നെ ഇത് റയാഫിൻ്റെ ഒക്കെ തന്നെ കമ്പനി ആണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ചിക്കനാട്ടോ പിന്നെ ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഇതും നമ്മൾ മട്ടൻ കട്ട് ചെയ്യുന്നവരെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾക്കപ്പോൾ രാവിലെ ഇത് കട്ട് ചെയ്യാനും ഇതിനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ തന്നെ കട്ട് ചെയ്യിച്ചു. ഈ രണ്ട് സാധനങ്ങളെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പം തന്നെ ഓർഡർ ചെയ്യുക. അങ്ങനെ ഇതാ കുട്ടികൾ കുറച്ച് അവർക്കാണല്ലോ നമ്മളെക്കാളും പെരുന്നാളിൻ്റെ ഒക്കെ സന്തോഷം, ഭയങ്കര സന്തോഷമായിരിക്കില്ലേ കുട്ടികൾക്ക്. പിന്നെ നമ്മളിതാ റൈസ് എടുക്കേണ്ട സെക്ഷനിലേക്ക് വന്നിട്ട് നമ്മൾ എവർഗ്രീൻ നമുക്ക് ജീരകശാല റൈസാണ് ഞങ്ങൾ ബിരിയാണി വയ്ക്കാൻ പൊതുവേ യൂസ് ചെയ്യാറുള്ളത്. കാരണം ഇതുകൊണ്ട് ബിരിയാണി വെച്ചാൽ പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ട് അതന്നെ വാങ്ങുള്ളൂ. പിന്നെ നമുക്ക് നെയ്യ് കാര്യങ്ങൾ അങ്ങനെ ബിരിയാണിക്ക് ആവശ്യമായ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വേണം. പിന്നെ നമ്മൾ ഉപ്പ് കഴിഞ്ഞിരിക്കുക കേട്ടോ, അതുകൊണ്ടാണ് ഉപ്പ് വാങ്ങേണ്ട സെക്ഷനിലേക്ക് വന്നത്. പാക്കറ്റല്ലേ ലാഭം. നമ്മളെപ്പോഴും ഈ ഒരു ബ്രാൻഡ് ഉപ്പാണ് കേട്ടോ വാങ്ങൽ. ഇതിൻ്റെ ഒരു പാക്കറ്റും കൂടി വരലുണ്ട്, ഇതിനേക്കാളും റേറ്റ് കുറവാണ് പാക്കറ്റിന്. അപ്പോൾ പാക്കറ്റ് നമ്മൾ നോക്കിയപ്പോൾ കിട്ടിയില്ല. പാക്കറ്റ് ആണെങ്കിൽ കുറച്ച് നാൾ ഓടും ഉണ്ടാവും. കുപ്പിയാകുമ്പോൾ അതിൻ്റേതായ റേറ്റും കൂടെ അവർ ഈടാക്കണോണ്ടായിരിക്കാം പാക്കറ്റ് കുറച്ചും കൂടി ബൾക്കാണ്. പിന്നെ നമ്മളെ ബിരിയാണിയിലേക്ക് തൈര് ആവശ്യമുണ്ട്. അപ്പോൾ തൈര് എടുക്കണ സെക്ഷനിലേക്ക് വന്നു. തൈര്, പാല് അങ്ങനത്തെ കാറ്റഗറിക്കാണ് ഈ ഒരു സെക്ഷനിലേക്ക് വന്നിരിക്കുന്നത്. 16 ബിരിയാണി സാധനങ്ങൾ വാങ്ങുമ്പോൾ മസ്റ്റായിട്ട് വാങ്ങേണ്ട 2 ഐറ്റം തന്നെയാണല്ലേ, ക്യാരറ്റും കുക്കുംബറും. കാരണം ബിരിയാണിക്ക് നമ്മൾ കച്ചമ്പർ അല്ലെങ്കിൽ സലാഡ് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽക്ക് എന്തായാലും കുക്കുംബറും സലാഡും രണ്ടും ഉണ്ടെങ്കിലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു മതിയായില്ലേ, അതിനൊക്കെ പോയി നോക്കിയെടുക്കതേ. അതെ ഇപ്പോ ദീന അതൊരു കവറിലുണ്ട്. മുളകൊക്കെ തീരുവായില്ലേ, പുതിയത് കൊണ്ടിടുന്നു. എല്ലാ മസാലക്കൂട്ടിലും പ്രധാനം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് തന്നെയാണല്ലോ. അതിൽ വെളുത്തുള്ളി വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഞാൻ ആദ്യം ചൈനയുടെ ഇഞ്ചി എടുത്തെങ്കിലും പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ചിട്ട് പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ബിരിയാണിക്ക് കുറച്ചുകൂടെ ഫ്ലേവർ കൊടുക്കാൻ നമ്മളെ നാട്ടിലത്തെ ഇഞ്ചി തന്നെയാണ് കേട്ടോ. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും കുറച്ചല്ലേ വേണ്ടു, അന്നത്തെ ദിവസത്തേക്ക് മാത്രം വേണ്ടിയിട്ട് കുറച്ചല്ലേ വേണ്ടു. അപ്പോൾ ഞാനൊരു 2-3 പീസ് മാത്രം എടുത്തുട്ടോ. എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ ചെറുനാരങ്ങ എടുത്തിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച്. ഞാൻ സത്യം പറഞ്ഞാലേ ബില്ലിട്ട ഞാൻ മൊബൈലിലാണ് ഇങ്ങനെ ബില്ലിടാട്ടോ, പക്ഷേ ആ മൊബൈൽ എടുക്കാൻ മറന്നു. പിന്നെ നമ്മൾ ബിരിയാണിക്ക് ഇപ്പോൾ ഏകദേശം നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് അറിയാമല്ലോ, എന്നാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മറക്കണ കാരണം ഞാൻ മൊബൈലിൽ ബില്ലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെറുനാരങ്ങ മറന്നു. എന്നിട്ട് രണ്ടാമത് ചെറുനാരങ്ങ വന്നെടുത്തു. അപ്പോൾ മിക്ക പെരുന്നാളും നമ്മളൊരു സ്പ്രൈറ്റ് കൂടെ വാങ്ങലുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ബിരിയാണിയൊക്കെ തിന്ന് ദമ്മടിക്കുമ്പോൾ ഒരു മൊജിറ്റൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ടാണ് സ്പ്രൈറ്റ് എടുക്കുന്നത്. അപ്പോൾ നൈറ്റ് മൊത്തം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ടൈമില്ല കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ ഒരു ബിരിയാണിയും ഒരു മജ്ബൂസും അങ്ങനെ ചെറിയൊരു 2 ബോക്സ് വാങ്ങിയിട്ടാണ്. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ. പിന്നെ 11:30 ആയി നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. പിന്നെ അതൊക്കെ അല്ല ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഞാൻ പറഞ്ഞത്, ബില്ലിട്ടില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മറക്കും എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ ഞാൻ ചായപ്പൊടി ബില്ലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ബില്ലടിക്കുന്ന ടൈമിലാണ്
ചായപ്പൊടി മറന്നു എന്ന് ആലോചിച്ചിട്ട് ഞാൻ പിന്നെ വീണ്ടും പോയി ചായപ്പൊടി എടുത്തത്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായുള്ള അന്നത്തെ പർച്ചേസിങ്. പിന്നെ ഞങ്ങൾ രാത്രി വന്നിട്ട് മൈലാഞ്ചിടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ തലേദിവസം ഞാൻ ഒരു കയ്യിൽ രണ്ടാൾക്ക് ഇട്ട് വെച്ചു, രണ്ടാൾക്കും 2 കൈമേലും മൈലാഞ്ചി ഇടണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ ഞാൻ തലേദിവസം ഇട്ട് കൊടുത്തു, പിറ്റേ ദിവസം എൻ്റെ കയ്യിലും കൂടി ഇടേണ്ട കാരണം. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈദിൻ്റെ തലേദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.